നമസ്കാരം. കേരളത്തിൽ പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, ഇടുക്കി, വയനാട് തുടങ്ങിയ എല്ലാ ജില്ലകളിലും കപ്പൽശാലകൾ വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ആരോരും അറിയാതെ ഇടയ്ക്ക് ദീപാവലിയുടെ പടക്കം പൊട്ടുന്നുണ്ടെങ്കിൽ അത് ആസ്വദിക്കുക. ആരോരും അറിയാതെ ഒരു കപ്പൽ MSC ഫാൽക്കൺ 3 നമ്മുടെ പുറംകടലിൽ വന്നിട്ട് കടന്നുപോയി. എന്താണ് കാരണമെന്നറിയണ്ടേ? ഇവിടെ ഒരു കപ്പൽശാല ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ കപ്പലിന് അറ്റകുറ്റപ്പണി നടത്തേണ്ട ഒരു ശാല തലസ്ഥാനത്ത് തുറമുഖത്തിന് അടുത്തില്ലാത്തത് കൊണ്ട് നമുക്കൊരു കപ്പൽ നഷ്ടപ്പെട്ടു. MSC ഫാൽക്കൺ 3 ഇവിടെ വന്നത് 17/10/25 17-ാം തീയതി വന്നു. ബർത്ത് ഒഴിവുണ്ടായിരുന്നു, ഒരു ബർത്ത് ഒഴിവുണ്ടായിരുന്നു. പക്ഷെ കയറാൻ പറ്റാതെ പുറംകടലിൽ കിടന്നു. കുറെ നേരം കിടക്കുമ്പോൾ ഞാൻ അന്വേഷിച്ചു എന്താണ് കാരണമെന്ന് അന്വേഷിച്ചു. അപ്പോൾ എൽസ 3യുടെ രോഗമാണ്. ടെക്നിക്കൽ ഇഷ്യൂ ടു ബല്ലാസ്റ്റ് മെക്കാനിസം. കപ്പലിനെ ബാലൻസ് ചെയ്യുന്ന തരത്തിൽ വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ബല്ലാസ്റ്റ് സംവിധാനത്തിൽ തകരാറ് വന്നതുകൊണ്ട് കപ്പലിന് ബർത്തിൽ അടുക്കാൻ കഴിഞ്ഞില്ല. സോ ഷീ ഈസ് ഡ്രിഫ്റ്റിംഗ് ആൻഡ് ട്രൈയിങ് ടു റെക്ടിഫൈ സെയിം. ആ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ തുടർച്ചയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കുന്നു, ഫാൽക്കൺ 3ക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുമ്പോൾ ഇന്നലെ രാവിലെ ആയപ്പോൾ കപ്പൽ കൊളംബോയിലോട്ട് പോവുകയാണ്. JNPT നിന്നാണ് വന്നത്. നവശേവ പോർട്ടിൽ നിന്ന് TRVയിലോട്ട് വന്ന കപ്പൽ ഒരു ദിവസം നമ്മുടെ കടലിൽ ചുറ്റിക്കളിക്കുകയായിരുന്നില്ല. അവർ പരീക്ഷണം നടത്തിയിട്ട് പരാജയപ്പെട്ട് അവർ കൊളംബോയിലോട്ട് പോയി. കൊളംബോയിൽ പോയതിന്റെ കാരണം എന്താണ്? കൊളംബോയിൽ ഒരു ആംബിയൻസ് ഉണ്ട്, ഒരു ബ്ലൂ ഇക്കോണമി, സമുദ്രവുമായി ബന്ധപ്പെട്ട ഒരു സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കൊളംബോ വളർന്നു കഴിഞ്ഞു. അപ്പൊ അവിടെ പോയാൽ എന്തെങ്കിലും അനിഷ്ടത സംഭവിച്ചാൽ അഭയം നൽകാൻ പറ്റുന്ന തരത്തിൽ അവിടെയുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലോട്ട് ഫാൽക്കൺ 3 പോയില്ല എന്നുള്ളത് പ്രേക്ഷകർ ചിന്തിക്കുക, ചർച്ച ചെയ്യുക. പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരു ഇക്കോസിസ്റ്റം രൂപപ്പെടണം. ഒരു തുറമുഖം വന്നതുകൊണ്ടോ അവിടെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് നടന്നതുകൊണ്ടോ നാളെ ഇനി ഗേറ്റ് തുറന്നതുകൊണ്ടോ മാത്രം കാര്യമില്ല. ഗേറ്റ് തുറന്നാലും പരമാവധി ഉൽപാദനം എവിടെയൊക്കെ പറ്റുമോ അവിടെയെല്ലാം നടത്തി. തിരുവനന്തപുരത്ത് മാത്രമല്ല, കാസർഗോഡ്, കണ്ണൂര്, വയനാട് തുടങ്ങിയ എല്ലായിടത്തും എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ കാർഷികവും അല്ലാത്തതുമായ ഉൽപാദനം നടത്തിയാൽ മാത്രമേ കേരളത്തിന് നഷ്ടപ്പെട്ടു പോയ പല സാധ്യതകളും തിരിച്ചു പിടിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെയൊക്കെ അറിവിൽ കേരളത്തിന് തെങ്ങുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ നെല്ലാണ് രക്ഷയെന്ന് പറഞ്ഞു. പിന്നെ അതൊന്നുമല്ല, റബ്ബറാണ് നമുക്ക് ആശ്വാസമാകാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും പോയി. ഒന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യമായിരിക്കെ ഒരു ജില്ലയ്ക്കും കേരളത്തിനൊരു സൊല്യൂഷൻ നൽകാൻ കഴിയില്ല എന്ന് ബോധ്യമായിരിക്കുമ്പോഴാണ് തലസ്ഥാന ജില്ലയ്ക്ക് കേരളത്തിന് മാത്രമല്ല ഇന്ത്യയെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ ബ്ലൂ ഇക്കോണമിയുടെ സാധ്യതകൾ മുഴുവൻ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ പുതിയ സാധ്യതകൾ നമുക്ക് നൽകുന്നത്. ആ സാഹചര്യത്തിൽ ഫാൽക്കൺ 3 പോലെ ഇപ്പോൾ വരുന്ന എത്രയാണ്? ദിവസം 2 കപ്പൽ വരുന്നു. മാസത്തിൽ 40-50 കപ്പലുകളാണെങ്കിൽ ബർത്ത് 2000 മീറ്ററും അത് കഴിഞ്ഞ് നമ്മുടെ സ്വപ്നത്തിലുള്ള 10 കോടിയും തുടങ്ങിയ ലക്ഷ്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ കടലുമായി ബന്ധപ്പെട്ട എല്ലാ സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇക്കോസിസ്റ്റമാണ് തലസ്ഥാനത്ത് രൂപപ്പെടേണ്ടത്. അതിന്റെ തുടർച്ചയായി മറൈൻ മോൾ എന്ന് പറയുന്ന തരത്തിൽ കൊല്ലമായാലും ആലപ്പുഴയായാലും കൊച്ചിയായാലും അഴീക്കലായാലും കോഴിക്കോടായാലും ഒക്കെ എന്തൊക്കെ സാധ്യതകൾ കടലുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഏകദേശം ലോകത്ത് 40 രാജ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഈ ലാൻഡ് ലോക്ഡ് കടലില്ലാതെ വിഷമിക്കുന്ന 40 രാജ്യങ്ങളുണ്ട്. അതൊരു പ്രത്യേക സ്റ്റോറിയായിട്ട് ഒരിക്കൽ അവതരിപ്പിക്കാം.
നമുക്ക് കടലിന്റെ ധാരാളിത്തം ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ മറന്നുപോയ കേരളം, അത് ഉപയോഗപ്പെടുത്താതെ കേരളീയരെ ശിക്ഷിച്ച ഭരണകൂടങ്ങൾ, അവർ തെറ്റ് വീണ്ടും ആവർത്തിക്കരുത്. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ജില്ലയിൽ കപ്പൽശാല തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് തുടങ്ങാം, ഒരു വിരോധവുമില്ല. പക്ഷെ തലസ്ഥാനത്ത് കപ്പൽശാല ഇല്ലെങ്കിൽ പോർട്ട് പോലും ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും. ചിലപ്പോഴല്ല, കാരണം എന്താണ്? ഇവിടെ വന്നാൽ അറ്റകുറ്റപ്പണി സാധ്യമല്ല എന്നിരിക്കെ കപ്പൽ കമ്പനികൾ ഇവിടെ വരാൻ മടിക്കും. അങ്ങനെ ആ സാഹചര്യത്തിൽ 2000 മീറ്റർ ബെർത്ത് കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന, പരസ്പര പൂരകമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോർട്ടും കപ്പൽശാലയും അറ്റകുറ്റപ്പണികളും ബങ്കറിങ്ങും തുടങ്ങിയ എല്ലാം പരസ്പര പൂരകങ്ങളായി പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു ബ്ലൂ ഇക്കോണമി ഒരു സമൂഹത്തിന് ഏറ്റവും വലിയ നേട്ടങ്ങൾ നൽകൂ എന്ന് ഇവിടുത്തെ ചില മന്ത്രിമാർക്ക് മാത്രമാണ് ബോധ്യപ്പെടാത്തത്. പക്ഷെ മന്ത്രിയുടെ നാട്ടുകാർക്ക് അത് നല്ലവണ്ണം ബോധ്യപ്പെടും. തുറമുഖ പദ്ധതിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുകയും തലസ്ഥാന ജില്ലയെ തന്നെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മന്ത്രിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ നാട്ടുകാരൻ അങ്ങനെയല്ല, നാട്ടുകാരും അങ്ങനെയല്ല, കേരളീയരാരും അങ്ങനെയല്ല. വിവരമില്ലാത്ത ചില ആളുകൾ ചെയ്യുന്നതനുസരിച്ച് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും മുന്നിട്ടിറങ്ങുന്നവരല്ല ശരാശരി കേരളീയർ. അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മറ്റു വിവരങ്ങൾ പറയുന്നതനുസരിച്ച് തുറമുഖവും കപ്പൽശാലയും ഇവിടെ തലസ്ഥാനത്ത് അത്യാവശ്യമാണ്. അഖിലേന്ത്യയുടെ അറസ്റ്റ് പോലും അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നുണ്ട്. ഞാൻ കൊച്ചിക്കാരനാണെങ്കിലും എനിക്കിപ്പോൾ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം, നമുക്ക് ഇതിന് ഐഡിയൽ സ്പോട്ട് തിരുവനന്തപുരം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഈവൻ കപ്പൽശാലയ്ക്ക് വരാൻ ഫസ്റ്റ് ഇരിക്കുന്ന കപ്പലിലെ ഇത്രയും ജീവനക്കാരുടെ ഒരു മാനുഷിക ഇതുണ്ടല്ലോ, അത് വളരെ ഹനിക്കപ്പെടുകയാണ്. 100 ദിവസം വെറുതെ കപ്പലിൽ വെള്ളത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഇതാണ്. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇതിലുണ്ട്, അവരൊക്കെ പറയും ഭയങ്കര പാടാണ്. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യാം. ഒരു കപ്പൽശാല വന്നാൽ എന്താണ് ഗുണം? ഏതൊക്കെ നാട്ടുകാർക്ക്, കാസർഗോഡിനപ്പുറം ഉള്ള നാട്ടുകാർക്ക് തൊഴിൽ ലഭിക്കുവാൻ, ലക്ഷക്കണക്കിന് തൊഴിലുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം അദ്ദേഹം വളർത്തിവിട്ട, അദ്ദേഹം ഗ്രൂം ചെയ്ത, അദ്ദേഹം നർച്ചർ ചെയ്ത, സംരക്ഷിച്ച ഒരു ചെറുപ്പക്കാരന്റെ കഥയിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. കപ്പൽശാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അയലക്കത്തെ വീട്ടിലൊരു പയ്യനുണ്ട്. ഞാനാണ് അവനെ +2 കഴിഞ്ഞിട്ട് അവൻ BA-ക്ക് ചേരാൻ പോയപ്പോൾ ആ കടക്കാരൻ്റെ മകനാണ്. കടക്കാരനോട് പറഞ്ഞു, ഇവനെ മറ്റേ വെൽഡിങ്ങിനൊക്കെ വിട്ട് കഴിഞ്ഞാൽ ജോലി ജീവിക്കാൻ പറ്റും, അല്ലാണ്ട് ഈ 10,000-15,000 രൂപയുടെ ജോലിയും ചെയ്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ വെൽഡിങ്ങിന് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് കൊച്ചിൻ റിഫൈനറിയിൽ ഈ ഹൈ എൻഡ് വെൽഡിങ്ങിനെ കുറിച്ച് ഒരു 6 മാസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു, അവൻ അതിനും പോയി. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ സിയൂൾ കൊറിയയിൽ സാംസങ് ഹെവി ഇൻഡസ്ട്രീസ്, ഈ കപ്പലുണ്ടാക്കുന്ന വലിയൊരു കമ്പനിയാണല്ലോ, അപ്പോൾ അവൻ അവിടെയാണ്. അവൻ 1 വർഷത്തിലേറെ അവന് നല്ല ജോലി കിട്ടും. അവൻ പറയുന്നത് കടലിനടുത്ത് 3 കിലോമീറ്ററോളം ദൂരം ഇവരുടെ കപ്പൽശാലയും ഈ ഹെവി ഇൻഡസ്ട്രീസാണ്. ധാരാളം ഇപ്പം ഇന്ത്യൻസ് അവിടെ ഉണ്ട്. അവരുടെ ഇത് സ്കെയിലിനെ കുറിച്ചൊക്കെ അവൻ പറയുമ്പോൾ കണ്ണ് തള്ളുകയാണ്. ഒരു കപ്പൽശാല വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ലക്ഷക്കണക്കിന് ആൾക്കാർക്കായിരിക്കും മെച്ചം ഉണ്ടാവും. ഒപ്പം തന്നെ പോർട്ടും സിംഗപ്പൂർ തന്നെ സാധനങ്ങൾ ധാരാളം പറയുന്നുണ്ട്. അതൊന്നും ഈ ഉണ്ണാക്കന്മാർ മനസ്സിലാക്കണില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ്. അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ഈ സിംഗപ്പൂരിനെയും കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് പല വീഡിയോസ് വഴിക്കും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ ഇത് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോകും, അത് ഉറപ്പാണ്. തൊഴിലാണ് എല്ലാവർക്കും വേണ്ടത്. കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകണം, കേരളത്തിന്റെ സ്ഥാനം എന്തായിരിക്കണം, അതിന് ഭരണകൂടത്തിന്റെ പങ്കെന്താണ്, ഒരു മുഖ്യമന്ത്രിയുടെ പങ്കെന്താണ് എന്നുള്ളത് പോലും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും അദാനിയും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് വഴിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം നമുക്ക് ഇവിടെ ഒരു നായിഡുവോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാലിനോ അങ്ങനത്തെ ഒരു മിടുക്കനായ ഒരു മുഖ്യമന്ത്രി ഇല്ല എന്നുള്ളത് തന്നെയാണ്. അയാളെ കൊണ്ട് എന്താ കാര്യം? അതിനും ജാളറ പാടാനായിട്ട് കുറേ ആൾക്കാർ. കഷ്ടമാണ്. ഈ ഒരു ജനറേഷനെ മുഴുവൻ നശിപ്പിക്കുകയാണ്. കഷ്ടം തന്നെയാണ്. ചുരുക്കത്തിൽ ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരൊഴിച്ച് കേരളം വളരണമെന്നും ഇന്ത്യ വളരണമെന്നും ആഗ്രഹിക്കുന്ന സാമാന്യ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ, അവരുടെ ആഗ്രഹം ഏറ്റവും അവസാനത്തെ കച്ചിത്തുരുമ്പാണ്, ലാസ്റ്റ് ബസ്സാണ്
നമ്മുടെ തുറമുഖവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വികസനവും. അതിനെ തകർക്കാൻ ഒരാൾ പോലും ആഗ്രഹിക്കുന്നില്ല, എക്സെപ്റ്റ് ചില രാസാക്കൾ.